ഹായ്, എൻ്റെ പേര് രജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂലൈ 5ഉം ജൂലൈ 6ലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കാണാവുന്നതാണ്. എല്ലാ വീഡിയോസും ഇതുവരെ വന്നിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ആൻഡ് ഇനിയും ഡെയിലി നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂലൈ 5 ജൂലൈ 6ലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ ഇ വേസ്റ്റ് മോണിറ്ററിംഗ് 2020 റിപ്പോർട്ട്. അപ്പം നമ്മുടെ യുണൈറ്റഡ് നേഷൻ റീസെന്റ് നമ്മുടെ വേൾഡിലുള്ള ഇ വേസ്റ്റിന്റെ മേളിലൊരു റിപ്പോർട്ട് കൊണ്ടുവന്നായിരുന്നു. ആ റിപ്പോർട്ടിന്റെ പേരാണ് യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ ഇ വേസ്റ്റ് മോണിറ്ററിംഗ് 2020 റിപ്പോർട്ട്. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിന്റെ ബേസിസിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, നമ്മൾ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് എത്രത്തോളമാണ്, ആൻഡ് ആരാണ് റാങ്ക് 1ൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് 3rd റാങ്കിലാണ് ഉള്ളത്. ആൻഡ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ചൈനയാണ്. അപ്പൊ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളുടെ എക്സാമിന് നമ്മളുടെ ക്വസ്റ്റ്യൻ മെയിൻലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ റാങ്ക് എത്രയെന്ന് എന്നുള്ളതായിരിക്കും ചോദിക്കാൻ ചാൻസ്. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 3rd റാങ്ക് ആണ്. അപ്പൊ നമുക്ക് അവിടെ നോക്കി അറിയാം സ്ലൈഡ്സിൽ മൊത്തം ഓവറോൾ ഗ്ലോബൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ ഇ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ കാറ്റഗറി ആ ഒരു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 53.6 മില്യൺ ടൺ ആണ് ആ ഒരു ഇ വേസ്റ്റ് എന്ന് പറയുന്നത്, ആ ഡംപ് ചെയ്യുന്ന വേസ്റ്റിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ 53.6ലെ 3.2 മില്യൺ ടൺ ആണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യ 3rd റാങ്കിലാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്ന. ഈ റിപ്പോർട്ടിന്റെ പേര് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ ഇ വേസ്റ്റ് മോണിറ്ററിംഗ് 2020 എന്നാണ്. ആൻഡ് ഫസ്റ്റ് പൊസിഷനിലുള്ളത് ചൈനയാണ്, ആൻഡ് സെക്കൻഡ് പൊസിഷനിലുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പം ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ. നെക്സ്റ്റ് നമുക്ക് ഇപ്പം റീസെന്റ് അടുത്ത യുണൈറ്റഡ് നേഷന്റെ വേറൊരു റിപ്പോർട്ടാണ്. അത് റിപ്പോർട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD ആണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. ഈ റിപ്പോർട്ടിന്റെ പേര് എന്ന് പറയുന്നത് COVID-19 ആൻഡ് ടൂറിസം അസസിംഗ് ദ എക്കണോമിക് കോൺസിക്വൻസ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റിപ്പോർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ COVID-19 ഇഷ്യൂ കാരണം 4 മാസത്തോളം ഉള്ള ലോക്ക്ഡൌണിൽ നമ്മുടെ വേൾഡിലെ ടൂറിസത്തിൽ എത്രത്തോളം ലോസ് വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആ റിപ്പോർട്ട് അനുസരിച്ച് ടൂറിസത്തിൽ 1.2 ട്രില്യൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US ഡോളറിന്റെ 1.2 ട്രില്യൺ ആണ് നമ്മുടെ ഈ ഒരു ഗ്ലോബലി ഈ ഒരു ടൂറിസത്തിൽ വന്ന ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇതിനെ പെർസെന്റേജ് ആംഗിളിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1.5% ഓഫ് ഗ്ലോബൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5% ഓഫ് ഗ്ലോബൽ GDP ആണ് ആ ഒരു ടൂറിസത്തിൽ വന്ന ലോസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ആ UNCTAD ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, ആ റിപ്പോർട്ട് കൊണ്ടുവന്നത് ആരാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, എത്രത്തോളമാണ് ആ ലോസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 1.2 ട്രില്യൺ US ഡോളേഴ്സ് ആണ് ആ ലോസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 1.5% ഗ്ലോബൽ GDP ആണ്. ഇനി ആ UNCTAD ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. നെക്സ്റ്റ്, ഫിറ്റ് ഹെ തോ ഹിറ്റ് ഹെ ഇന്ത്യ. ഇത് ഒരു ക്യാമ്പയിനിങ്, ഒരു വെബിനാർ പ്രോഗ്രാം ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് ലോഞ്ച് ചെയ്തത്. അപ്പം ഏത് മിനിസ്ട്രിയാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്? അപ്പൊ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് കേട്ടറിയാം, ഫിറ്റ് ഹെ തോ ഹിറ്റ് ഹെ ഇന്ത്യ. അപ്പം ഫിറ്റ് ഹെ എന്ന് പറയുമ്പോൾ അത് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ സ്പോർട്സ് മിനിസ്ട്രി ഇതിൽ കാണും. പക്ഷേ ഈ ഒരു സംഭവം മെയിൻലി ലോഞ്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാമിൽ ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മിനിസ്ട്രി ആണെന്നുള്ളതാണ്. അപ്പൊ മെയിനായിട്ട് അത് ലോഞ്ച് ചെയ്തേക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ HRD മിനിസ്ട്രി ആണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ആണ് ഈ ഒരു സംഭവം മെയിനായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിന് ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുവരിക ഇതിലോട്ട്, സ്പോർട്സിലോട്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ തുടങ്ങി വെച്ചൊരു സംഭവമാണ്, നമുക്ക് ആ സ്ലൈഡ്സിൽ നോക്കിയറിയാം, ഫിറ്റ് ഇന്ത്യ ടോക്സ് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ആൻഡ് ആ ഒരു വെബിനാർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഫിറ്റ് ഹെ തോ ഹിറ്റ് ഹെ ഇന്ത്യ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തേക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ആണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, പലറാം എന്ന് പറയുന്നത് ഒരു സ്കീമാണ്. റീസെന്റ് ഏത് സ്റ്റേറ്റ് ആണ് അത് ലോഞ്ച് ചെയ്തത്? അപ്പൊ ഇതെന്ന് പറയുന്നത്
ഈ ഇങ്ങനൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇങ്ങനൊരു യോജന ഫസ്റ്റ് ടൈമാണ്. ഈ യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റേറ്റില് ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാമേഴ്സിന്, ലാൻഡ് ഇല്ലാത്ത ഫാമേഴ്സിന് ഫിനാൻഷ്യൽ ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനൊരു പ്രോഗ്രാം ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ചെയ്യുന്നത് ഒഡീഷ ഗവൺമെന്റ് ആണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ ഒഡീഷയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പൊ യോജനയുടെ പേര് എന്ന് പറയുന്നത് ബൽറാം യോജന എന്നാണ്. ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാമേഴ്സിന് അവരുടെ ക്രോപ്പിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി മൊത്തം ചെലവാക്കുന്ന ഒരു എമൗണ്ട് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. മൊത്തം ചെലവാക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1040 crores ആണ്. ഏകദേശം 7 ലക്ഷം ലാൻഡ്ലെസ് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഒഡീഷ ഗവൺമെന്റ് കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ്, ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ഇത് ഏത് സ്റ്റേറ്റ് ആണ്? അപ്പം ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്നത് ഒരു കൊൽക്കത്തയിലുള്ള നെയിമാണ്, ഒരു ബംഗാളി നെയിമാണ് അതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ അടിയിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൊൽക്കത്ത പോർട്ടിനെയാണ് ഈ ഒരു ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്ന് പറയുന്നത്, കൊൽക്കത്ത ഡോക്ക് സിസ്റ്റം. അപ്പം അത് കൂടാതെ വേറെ അടുത്തെന്ന് പറയുന്നത് ചട്ടോഗ്രാം പോർട്ട്. ഈ ഒരു സംഭവം എവിടെയാണ്? അപ്പം ചാട്ടോഗ്രാം പോർട്ട് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ്. അപ്പൊ ഇപ്പം ഇത് ന്യൂസിൽ വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയിൽ ഈ കൊൽക്കത്ത പോർട്ടും ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഈ ചാട്ടോഗ്രാം പോർട്ടിന്റെ ഇടയ്ക്ക് ട്രേഡ് കൂട്ടാൻ വേണ്ടി ഒരു പുതിയ ഇത് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻഡോ ബംഗ്ലാ ട്രേഡ് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതുവഴി മാക്സിമം എമൗണ്ട് ഓഫ് ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സാമിൽ മെയിൻലി ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ആ ഒരു പോർട്ട് എവിടെയാണെന്നുള്ള രീതിയിൽ സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ അതുകൂടാതെ കറണ്ട് അഫയർ ആംഗിളിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യയും ഏത് കൺട്രിയിലെ പോർട്ടുമായിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയിരിക്കുന്നത് എന്ന് എക്സാമിൽ വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഇതിനു വേണ്ടി ഈ ഒരു ട്രേഡിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടെയ്നർ കാർഗോ ഷിപ്പ് എന്ന് പറയുന്നത് MV ഏഷ്യാറ്റിക് മൂൺ എന്ന് പറയുന്ന ഒരു കാർഗോ ഷിപ്പ് അല്ലെങ്കിൽ കണ്ടെയ്നർ ഷിപ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ 2 പോർട്ടും അത് എവിടെയാണുള്ളത് എന്നുള്ളത് നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡിന് വേണ്ടിയാണ്, ലൈക്ക് ട്രേഡിങ് 2 കൺട്രി തമ്മിലുള്ള ട്രേഡ് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആരുടെ കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിലെ 6049 റെയിൽവേ സ്റ്റേഷനിൽ, നമ്മുടെ കൺട്രി വൈഡിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വീഡിയോ സർവൈലൻസ് സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സംഭവം റെയിൽവേ ചെയ്യുന്നത് റെയിൽ ടെക്കിന്റെ കൂടെ ചേർന്നിട്ടാണ് റെയിൽവേ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റെയിൽ ടെക് ഓൾറെഡി നമ്മുടെ ഇന്ത്യയിലെ 54 റെയിൽവേ സ്റ്റേഷനിൽ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റ്സിലും എല്ലാം ഈ പറയുന്ന വീഡിയോ സർവൈലൻസ് അല്ലെങ്കിൽ CCTV സർവൈലൻസ് ക്യാമറാസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ ശ്രമിക് ട്രെയിൻസ് ഓടിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടും ഈ പറയുന്ന റെയിൽ ടെക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കൂടാതാണ് ഇപ്പൊ ഈ ഒരു പുതിയ ഹ്യൂജ് പ്രോജക്റ്റ് കിട്ടിയേക്കുന്നത്, ലൈക്ക് 6049 റെയിൽവേ സ്റ്റേഷനിൽ വീഡിയോ സർവൈലൻസ് സിസ്റ്റം ഇൻസ്റ്റാൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി റെയിൽ ടെക്കിനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ ഇത് റെയിൽ ടെക്കിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പോൾ നമ്മളുടെ ഇന്ത്യയിലെ NLC റീസെന്റ് നമ്മുടെ ഇന്ത്യയിൽ 5000 മെഗാവാട്ടിന്റെ ഒരു സോളാർ ആൻഡ് തെർമൽ പവർ പ്രോജക്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ്. 5000 മെഗാവാട്ടിന്റെ സോളാർ ആൻഡ് തെർമൽ പവർ പ്രോജക്ട്. അപ്പൊ ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള 5000 മെഗാവാട്ട് സോളാർ ആൻഡ് തെർമൽ പവർ പ്രോജക്ട്, ഈ NLCന്റെ അടിയിലൊക്കെ ഉള്ള സംഭവങ്ങളെ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ കൺട്രി അക്രോസിൽ അത് ഡെവലപ്പ് ചെയ്യുക, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് NLC ആടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ജോയിന്റ് വെഞ്ചർ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇത് ചെയ്തേക്കുന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ കൂടെ ചേർത്തിട്ടാണ് NLC ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പൊ ഇതൊരു ജോയിന്റ് വെഞ്ചർ പ്രൊജക്ട് ആണ്. ഇവര് 50-50 ആണ് ആ ഒരു ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പം വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ഒരു ജോയിന്റ് വെഞ്ചർ പ്രൊജക്ട് കണ്ടായിരുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു LPG കണക്ഷന്റെ സംഭവം, ബംഗ്ലാദേശിലെ ആളുകൾക്ക് അഫോർഡബിൾ പ്രൈസിൽ LPG കൊടുക്കുക എന്നുള്ളതായിരുന്നു അതെന്ന് പറയുന്നത്. 50-50 ഇന്ത്യയും ബംഗ്ലാദേശും കൂടി ചേർന്ന് ചെയ്യുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോസിലുണ്ട്. അപ്പൊ അതേപോലെ ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയുടെ അകത്ത് 2 ഓർഗനൈസേഷൻ ചേർന്ന് 50-50 വെഞ്ചർ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൽ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് NLCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്, കടലൂരിലാണ് NLCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ കോൾ ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിലാണ് കോൾ ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മുടെ നാസ
ഇപ്പം റീസെന്റ് പൾസ് എന്ന് പറയുന്ന ഒരു സംഭവം ലോഞ്ച് ചെയ്തു. പൾസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു റൗണ്ട് പെൻഡന്റ് ആണ്, നമ്മുടെ കഴുത്തിൽ വിയർ ചെയ്യുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ നമ്മുടെ ഫേസിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ആ ഒരു സംഭവം വൈബ്രേറ്റ് ചെയ്യും. അപ്പം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഇൻഡിക്കേഷനാണ് തരുന്നത്, നമ്മുടെ കൈ നമ്മുടെ ഫേസിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇൻഡിക്കേഷനാണ് തരുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് ഇത് കേട്ടാൽ തന്നെ അറിയാം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊറോണ-19 വൈറസിന്റെ സ്പ്രെഡ് തടയാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഫേസ് ടച്ച് ചെയ്യില്ല എന്നാണ് നമ്മൾ പറയുന്നത് യൂഷ്വലി പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ. അപ്പം ഈ ഒരു സംഭവം കൊറോണ വൈറസിന്റെ സ്പ്രെഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്ന പൾസ് എന്നാണ്. അത് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നാസയാണ് അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ലീഡ് എന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത് ലേണിംഗ് ത്രൂ റിസോഴ്സ് മെയ്ഡ് അക്സസിബിൾ ഫോർ ഡൽഹി എന്നാണ്. അപ്പം ആ ഒരു ഫുൾ ഫോം കേട്ടാൽ തന്നെ അറിയാം ഇത് എവിടെ ലോഞ്ച് ചെയ്തെന്നുള്ളത്. ഡൽഹിയിലാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. ഡൽഹിയിൽ ശരിക്കും ഈ സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഇതൊരു പോർട്ടൽ എഡ്യൂക്കേഷൻ സംഭവമാണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ ഒരു പോർട്ടലാണ്. ഇതിൽ നമ്മുടെ ക്ലാസ് 1 തൊട്ട് ക്ലാസ് 12 വരെയുള്ള ഡൽഹിയിലെ സ്കൂളിലെ സ്റ്റുഡൻസിന് CBSEയുടെയും NCERTയുടെ എല്ലാ ബുക്സ് അക്സസിബിൾ ആക്കാനും അതേപോലെ തന്നെ ബാക്കിയുള്ള ഏകദേശം 10,000-ഓളം ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ് എല്ലാം അക്സസിബിൾ ആക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്, ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത് ഡൽഹിയിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കോവിഡ് കെയർ സെന്റർ ഇന്ത്യയിൽ എവിടെയാണ് കൊണ്ടുവരാൻ പോകുന്നത്? അപ്പം അതെന്ന് പറയുന്നത് കർണാടകയിലാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് കോവിഡ് കെയർ സെന്റർ ആണ് ഇതെന്ന് പറയുന്നത്. കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ കർണാടകയിലാണ് കൊണ്ടുവരാൻ പോകുന്നത്. കർണാടകയിലെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ BIECനെയാണ് അവർ കോവിഡ് കെയർ സെന്റർ ആയിട്ട് മാറ്റാൻ പോകുന്നത്. ഈ ഒരു സെന്ററിൽ ഏകദേശം 10,100 ബെഡ് ഉണ്ട് കോവിഡ് പേഷ്യൻസിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു എക്സിബിഷൻ സെന്ററിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് കോവിഡ് കെയർ സെന്റർ ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് റീസെന്റ് നമ്മുടെ ഉത്തർപ്രദേശ് ഒരു റെക്കോർഡ് ഉണ്ടാക്കി. ഈ ഉത്തർപ്രദേശ് ഈ ഒരു റെക്കോർഡ് ഇതിനു മുമ്പും പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട്. റെക്കോർഡ് എന്ന് പറയുന്നത് ജൂലൈ 5-ാം തീയതി ഏകദേശം 25 crore സാപ്ലിങ്സ് ആണ് പ്ലാന്റ് ചെയ്തത് ഒറ്റ ഒരു സിംഗിൾ ഡേ കൊണ്ട്. അപ്പം അങ്ങനെ ഉത്തർപ്രദേശ് ഒരു ന്യൂ റെക്കോർഡ് ഉണ്ടാക്കുക ചെയ്തത്. ഉത്തർപ്രദേശ് ഇതിന് മുമ്പും ഇതേപോലത്തെ സെയിം റെക്കോർഡ്സ് ഉണ്ടായിട്ടുണ്ട്. സ്വന്തം റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയാണ് ശരിക്കും ഉത്തർപ്രദേശ് ചെയ്തത്. ഉത്തർപ്രദേശ് 2019 സിംഗിൾ ഡേ കൊണ്ട് 22 crore സാപ്ലിങ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ 2018 അത് 11 crore ചെയ്തിട്ടുണ്ട്. അപ്പം 2018 11 crore, 2019 22 ആൻഡ് 2020 25 crore സാപ്ലിങ്സ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇപ്പൊ പുതിയൊരു റെക്കോർഡും ആൻഡ് ഇതൊരു ഇമ്പോർട്ടന്റ് സംഭവമാണ്. ലൈക്ക് നമുക്കറിയാം ഡൽഹിയിലും ഉത്തർപ്രദേശിലുള്ള എയർ പൊല്യൂഷനും അതിന്റെ എഫക്ട്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ന്യൂസിലും അല്ലാതെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ആ ഒരു സംഭവത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, നമ്മുടെ ആ ഒരു എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഈ ഒരു കോവിഡ് കേസസ് ഈ വൈറസിന്റെ ഒക്കെ സ്പ്രെഡ് കുറയ്ക്കുക, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ശരിക്കും ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പൊ മൊത്തം 25 crore സാപ്ലിങ്സ് ആണ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. ഉത്തർപ്രദേശ് ആണ് അത് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അപ്പം CBSE റീസെന്റ് ഒരു ഫ്രീ ആൻഡ് കോംപ്രഹെൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അവരുടെ സ്കൂൾസില് അവരുമായിട്ട് CBSE ആയിട്ട് അഫിലിയേറ്റഡ് സ്കൂൾസിലെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും രണ്ടുപേർക്കും വേണ്ടി. അപ്പം CBSE ഇത് ആടെ കൂടെ ചേർന്നാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഫ്യൂച്ചറിലെ ഒരു വെർച്വൽ മോഡ് ഓഫ് സ്റ്റഡിയും അതേപോലത്തെ സാധനങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരേപോലെ ആ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് CBSE ഒരു സംഭവം CBSE ആയിട്ട് റിലേറ്റഡ് സ്കൂൾസിൽ ഇത് ഈ സംഭവം ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് CBSE ചെയ്തേക്കുന്നത് ഫേസ്ബുക്കിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഓപ്പറേറ്റർ ഓഫ് കോമൺ സർവീസ് സെന്റർ. അപ്പം അത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഓപ്പറേറ്റർ ഓഫ് ദി കോമൺ സർവീസ് സെന്റർ. അപ്പൊ അതെന്ന് പറയുന്നത് സോയ ഖാൻ ആണ് ആ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഓപ്പറേറ്റർ ഓഫ് ദി കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഗുജറാത്തിലെ വഡോദര അല്ലെങ്കിൽ വഡോദര ഡിസ്ട്രിക്റ്റിലാണ് ഈ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഈ ഒരു കോമൺ സർവീസ് സെന്ററിൽ ജോയിൻ ചെയ്തത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്, ഈ സോയ ഖാൻ എന്നുള്ള സംഭവം എന്ന് പറയുന്നത്.
അപ്പം ഈ ഒരു വഡോദര ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ വഡോദര ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പ്, ഒരു 4-5 ദിവസം മുമ്പ് ന്യൂസിൽ കേട്ടായിരുന്നു. അന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് വഡോദരയിലുള്ള എല്ലാ ഗവൺമെന്റ് സ്കൂൾസ്, ഏകദേശം 1000 ഗവൺമെന്റ് സ്കൂൾസിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഗവൺമെന്റ് സ്കൂൾസിലും ഇങ്ങനെ ഒരു പ്രോജക്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് ആണ് ഗുജറാത്തിലെ വഡോദര ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ദിവസം മുമ്പ് ഈ വഡോദര ന്യൂസിലുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് സംഭവമാണ് വഡോദര ഡിസ്ട്രിക്ട് എന്നുള്ളത്. ഈ ഒരു സോയ ഖാൻ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഓപ്പറേറ്റർ ഓഫ് ദി കോമൺ സർവീസ് സെന്റർ ആയത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് 2 ഡേയ്സിലെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലെ കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ടേംസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നൊരിക്കൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു ടേംസ് മാത്രം ഒന്ന് ഓടിച്ച് നോക്കി പോയാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ട ഒരു കറന്റ് അഫയർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സാധനങ്ങൾ ഓർമ്മ വരും. അപ്പൊ നമുക്ക് ഇനി അടുത്ത അതിന് മുമ്പുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 4 കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, പോധാ ലഗാവ് പര്യാവരൺ ബച്ചാവ്, പ്ലാൻ ട്രീസ് സേവ് എൻവയോൺമെന്റ്. ഈ ഒരു സംഭവം എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പൊ എവിടെയാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്? ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത് ന്യൂഡൽഹിയിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ന്യൂഡൽഹി ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അപ്പൊ അത് അവിടുത്തെ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഡ്രഗ് ഡിസ്കവറി ഹാക്കത്തോൺ 2020. അപ്പം ഇത് ഏത് മിനിസ്ട്രിയാണ് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ലാസ്റ്റ് കറന്റ് അഫയേഴ്സ് പറഞ്ഞായിരുന്നു, ആദ്യമായിട്ട് ഒരുപാട് ഹാക്കത്തോൺസ് നമ്മുടെ ഇന്ത്യയിൽ നടക്കാറുണ്ട്. അതിൽ പക്ഷെ ആദ്യമായിട്ടാണ് ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടി ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടക്ട് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു സംഭവം കണ്ടക്ട് ചെയ്തത്. നമ്മുടെ മിനിസ്ട്രി, ഈ HRD മിനിസ്ട്രി ഹെൽത്ത് മിനിസ്ട്രിയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഓപ്ഷനിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി മാത്രമേ ഉള്ളതാണ് നമ്മൾ അത് ക്ലിക്ക് ചെയ്തേക്കുന്നത്. ശരിക്കും എക്സാമിൽ മേ ബി ഈ ഹെൽത്ത് മിനിസ്ട്രിയും കൂടെ തരാൻ ചാൻസസ് ഉണ്ട്. അപ്പം കൂടുതൽ ഇമ്പോർട്ടന്റും ഈ HRD മിനിസ്ട്രിയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, വ്ളാഡിമിർ പുടിൻ. അപ്പം വ്ളാഡിമിർ പുടിന്റെ ആ ഒരു പ്രസിഡന്റ് പൊസിഷൻ എത്ര വർഷത്തേക്കാണ് ആ ഒരു ടേം എക്സ്റ്റെൻഡ് ചെയ്തത്? ഇപ്പൊ റീസെന്റ് നമ്മുടെ റഷ്യയിൽ ഒരു വോട്ടിംഗ് നടന്നായിരുന്നു, പോളിംഗ് നടന്നായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലെ ആ ഒരു സംഭവം, ആ ഒരു റെഫറൻഡത്തിനെ അമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം നടന്നായിരുന്നു. അപ്പൊ അതിന്റെ മേളിൽ ഒരു വോട്ടിംഗ് നടന്നു. ആ വോട്ടിംഗിന്റെ ബേസിലാണ് വ്ളാഡിമിർ പുടിനെ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് 2036 വരെ ആ ഒരു ടേമിനെ എക്സ്റ്റെൻഡ് ചെയ്തു. 2036 വരെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ പെർസെന്റേജ് ഓഫ് എക്സ്റ്റേണൽ ഡെപ്ത് ഓഫ് ഇന്ത്യ ഇൻ മാർച്ച് 2020 വെൻ കമ്പയർഡ് ടു മാർച്ച് 2019 ആസ് പെർ RBI റിപ്പോർട്ട്. RBIയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡെപ്ത് എന്ന് പറയുന്നത് 2.8% ആണ് ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2020 ഡയാന അവാർഡ് ആർക്കാണ് കിട്ടിയത്? അപ്പൊ ആ ഒരു അവാർഡ് കിട്ടിയത് നമ്മൾ ലാസ്റ്റ് സംസാരിച്ചു, ഫ്രേയ ടക്രാളിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. ഫ്രേയ ടക്രാൾ എന്ന് പറയുന്നത് വെറും 13 വയസ്സുള്ള ഒരു നമ്മുടെ ഡൽഹിയിലെ ബ്രിട്ടീഷ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ചാണ്. അപ്പം ഫ്രേയ ടക്രാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. ഡൽഹിയിലെ റാക്ക് പിക്കേഴ്സിനെ ഫിനാൻഷ്യലി അസിസ്റ്റൻസ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തത്. അതിനാണ് ഈ വർഷത്തെ 2020 ഡയാന അവാർഡ് ഫ്രേയ ടക്രാളിന് ലഭിച്ചത്. നെക്സ്റ്റ്, who is the overall winner of 2020 Commonwealth Short Story Prize? അപ്പൊ ഈ ഒരു പ്രൈസ് രണ്ടാമത്തെ തവണയാണ് ഇന്ത്യയിൽ ഒരാൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കിട്ടിയത് കൃത്തിക പാണ്ഡെക്കാണ് ഈ ഒരു പ്രൈസ് കിട്ടിയത്. നെക്സ്റ്റ്, നമ്മുടെ ഡൽഹി ഗവൺമെന്റ് റീസെന്റ് ഒരു ക്യാമ്പയിനിങ് നടത്തിയായിരുന്നു, മാക്സിമം നമ്പർ ഓഫ് ട്രീ സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി. അപ്പം മൊത്തം എത്ര നമ്പർ ഓഫ് ട്രീ സാപ്ലിങ്സ് ആണ് പ്ലാന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് മൊത്തം 31 lakh ട്രീ സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ക്യാമ്പയിനിങ് ആണ് റീസെന്റ് നമ്മുടെ ഡൽഹി ഗവൺമെന്റ് ചെയ്തത്. നെക്സ്റ്റ്, നമ്മുടെ ഡൽഹിയിലുള്ള ന്യൂ സർദാർ വല്ലഭായ് പട്ടേൽ COVID-19 ഹോസ്പിറ്റലിലെ വാർഡ്സിനെ ഇപ്പൊ റീസെന്റ് നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഗാൽവാൻ വാലിയിൽ നടന്ന ക്ലാഷിൽ മരിച്ച ജവാന്മാരുടെ പേരിൽ വാർഡ്സിന്റെ നെയിം റീനെയിം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ആരാണ് ആ ഒരു ന്യൂ സർദാർ വല്ലഭായ് പട്ടേൽ COVID-19 ഹോസ്പിറ്റലിനെ ഇപ്പം ഡെവലപ്പ് ചെയ്തതും അത് റീനെയിം ചെയ്യാൻ തീരുമാനിച്ചതും? അപ്പൊ അതെന്ന് പറയുന്നത് DRDO ആണ് അത് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. നെക്സ്റ്റ്, നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി ഇപ്പൊ റീസെന്റ് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിന്
സ്റ്റേറ്റിലെ ഫുഡ് പാർക്സിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് 4,000 crore rupees അലോട്ട് ചെയ്തു. അപ്പൊ ഏത് സ്റ്റേറ്റിലെ ഫുഡ് പാർക്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു എമൗണ്ട് അലോട്ട് ചെയ്തത്. അപ്പൊ അത് ചെയ്തേക്കുന്നത് പറയുന്നത് കർണാടകയിലെ ഫുഡ് പാർക്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു എമൗണ്ട് അലോട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യയിലെ കോച്ചസ്, ഫോറിൻ കോച്ചസിനെയും ഇന്ത്യൻ കോച്ചസിനെയും ടേം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ട്രെയിനിങ് പീരീഡിന്റെ ഇതെന്ന് പറയുന്നത്, കോൺട്രാക്ട് എന്ന് പറയുന്നത് എത്ര വർഷം ആയിട്ടാണ് ഫിക്സ് ചെയ്തത്. അപ്പൊ അതെന്ന് പറയുന്നത് ഇനി തൊട്ട് നമ്മുടെ ഫോറിൻ ആൻഡ് ഇന്ത്യൻ കോച്ചസിലെ എല്ലാവരുടെയും ആ ഒരു കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത് 4 വർഷമായിരിക്കും ഇനി തൊട്ട്. നെക്സ്റ്റ്, വിച്ച് കൺട്രി ഹാസ് അക്യുമുലേറ്റഡ് ദ വേൾഡ് 5th largest foreign exchange reserve at more than $5,000 billion. അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യ ആണ് ആ 5th largest ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത്. അപ്പം 1ൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 5th ആണ്. അപ്പം വേൾഡിലെ 5th largest ഫോറക്സ് റിസർവ് ആണ്, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് 2 daysലെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സും അതിന് മുമ്പുള്ള ദിവസത്തിലെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം നാളെ വീണ്ടും കാണും ഇന്നത്തെ കറന്റ് അഫയേഴ്സുമായിട്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും നേരത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ നേരത്തെ ഉള്ള കറന്റ് അഫയേഴ്സിന്റെ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പം അതുവരെ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്കമിങ് എക്സാംസ്, ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. സോ അതിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.